കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊത്തിപ്പൊരിയാണ്. അപ്പൊ മിക്സർ പോലെ കോരി കഴിക്കാവുന്ന ചിക്കൻ അങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കുക്കറില് ചിക്കൻ, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി വേവിക്കാം. 4-5 വിസിലടിച്ചോട്ടെ. ചൂടുകട്ടിയുള്ള പാത്രത്തില് വെളിച്ചെണ്ണ ഒഴിച്ച് 2 ഉണക്കമുളകും 1 വലിയ ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂണ് ചെറുനാരങ്ങ പിഴിഞ്ഞതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നന്നായിട്ട് ഈ ദോശ തിരിച്ചിടുന്ന കയ്യിലുണ്ടല്ലോ അതിന്റെ എഡ്ജ് വെച്ചിട്ട് നന്നായിട്ട് കുത്തി ചിക്കനൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ചിക്കനൊക്കെ ഉടഞ്ഞ് എല്ലിനൊക്കെ വിട്ടു വന്ന് നല്ല നാറ് പരുവാവണം. ഇടയ്ക്കിടയ്ക്ക് ഓരോ തണ്ട് കറിവേപ്പിലയും ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചിക്കൻ നന്നായി ചെയ്യാനായിട്ട്. അടി പിടിക്കാതെ നോക്കുകയും വേണം. ചിക്കനൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരികയും വേണം. എന്നാലും കരിയാനും പാടില്ല. അതേ രീതിയിൽ നമ്മൾ കൈവിടാതെ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു 5 മുതൽ 10 നിമിഷത്തിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന അടിപൊളി ഒരു ചിക്കൻ റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും. ലാസ്റ്റ് നമുക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്താൽ അടിപൊളി ചിക്കൻ കൊത്തിപ്പൊരി റെഡി. മക്കളെ, സമ്മ ടേസ്റ്റ് ആണ്. കുട്ടികൾക്കൊക്കെ വെറുതെ കൊടുക്കാം. ഒരു കോഴിപ്പൊരി മിച്ചർ കഴിക്കണ പോലെ കോരി ഒരു കഴിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഹെൽത്തി ഫുഡും കൂടിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്താൽ മാത്രം പോരാ. ആദിലക്ഷ്മി കിച്ചൻ വേർഡ് കാണാ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലേ? അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി പുതിയ വീഡിയോസ് ആയിട്ട് വരാട്ടോ. ബൈ ഫ്രണ്ട്സ്.